കഥയും കഥാപാത്രങ്ങളും തികച്ച സംഗമമാട്ടമാണ്. ജീവിതമാറ്റമായ ഈ കഥാപാത്രങ്ങൾക്ക് ബന്ധമേയില്ല. ഇതിലിരിക്കുന്ന കഥയും കഥാപാത്രങ്ങളും തികച്ച സംഗമമാട്ടമാണ്. ജീവിതമാറ്റമായ ഈ കഥാപാത്രങ്ങൾക്ക് ബന്ധമേയില്ല. ഇതിലിരിക്കുന്ന സംഭവങ്ങൾ സാമൂഹികങ്ങൾ യാതൊരു വ്യക്തിയും ഉൾക്കൊള്ളാൻ അനുവദിക്കില്ല. പഴയൊരു തമ്പുരു തേങ്ങി പണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ സരസസുന്ദരി മണി നീ അലസമായി കണ്ണുചിപ്പിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇറങ്ങിയ ആദ്യത്തെ മലയാളം പടം അതും പ്രമേഹം. ലഭിച്ച മമ്മൂട്ടി ചിത്രം വിശേഷങ്ങൾ കണ്ണുചിപ്പിക്കുന്ന ലോകത്തെ ലോഹാസിമോളുടെ മൂവി അതെ ബ്രഹ്മയുഗം. കണ്ണുചിപ്പിക്കുന്ന വിസ്മയത്തെ കാസ്റ്റിലേക്കാണെന്ന് പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ പ്രമേയം കാഴ്ച ആ പൊന്നും പൊറ്റ അമ്മൂട്ടിയ അവതരിപ്പിച്ച പൊന്നും പൊറ്റ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ കഥമെനഞ്ഞ പൈങ്കിളി സ്വരമുറങ്ങുന്നാവിലെന്തേ വരിമറന്ന പല്ലവി മഞ്ഞുറയും രാവറയിൽ മാമലരായി നീ പൊഴിഞ്ഞു പഴം തമ്മിപ്പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമീനമയങ്ങി പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി
തരികിട ജണ്ട ധിമിത ജണ്ട ധിമിത തരികിട എന്നാ നമുക്ക് പുറത്ത് പോവാം. പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയണേ. പൂ തന്നെയാ. എടാ മറ്റേ മലയില്ലേ, നമുക്ക് കേറിയാലോ? ആ മല കേറാൻ പോയിട്ട് നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും മാണിക്യവാസകർ മൊഴികൾ നൽകി ദേവി മാണിക്യവാസകർ മൊഴികൾ നൽകി ദേവി ഇളങ്കോവടികൾ പഴമുതിർ ചോദയായി തമിഴകമാകയും ശൃംഗാരനാടി പഴമുതിർ കൊല്ലലിൻ അത്രയും സീനുണ്ടാ? എടാ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ. ഒറ്റക്കാണെങ്കിലും എനിക്കിത് പറയാം, പക്ഷെ നമ്മൾ 5 ആളും ഇല്ലടാ. എടാ നിങ്ങളെ പിള്ളേരല്ലേ, പിള്ളേറിന് എന്നാ പറയാ? വീട്ടിൽ അറിഞ്ഞാലോ? ആരും ഇത് വീട്ടിലൊന്നും പോയി പറയണ്ടെന്നാ മതി. വീട്ടിൽ പറയുന്നത് വീട്, നമുക്കെന്തെങ്കിലും പറ്റിയാലോ? നിന്റെ ധൈര്യം പോയാ? എനക്ക് പേടിയൊന്നുമില്ല, എല്ലാരും ഉണ്ടെങ്കിൽ ഞാനുണ്ട്. 2 ദിവസം കൂടി കഴിഞ്ഞ് ഞാൻ പോകും. പിന്നെ ഇതൊന്നും നടക്കൂലേ? വിട്ടു നിന്നഴകഴും ചില പെൺകിടാങ്ങൾ തുമ്പിൽ പിടിച്ചു പരിമന്ദമുയർത്തിടുമ്പോ ചെമ്പൊൽ കുടം ജലനിരപ്പിൽ വരുന്ന പോലെ വിട്ടു നിന്ന നഭസിന്റെ അദൃശ്യഹസ്തത്തുമ്പിൽ കുടുങ്ങി വരവായി പുലർഭാരോ തകതാരോ തകതേതാരോ തകതകതാരോ തകതാരോ താരോ തേതാരോ ആ മലകയറാനക്കാണും മലകയറാൻ പലവട്ടം കൂട്ടാലം വഴിതെറ്റിപ്പോയിട്ടങ്ങൊരു നാളും കൂത്താമാങ്കുമ്പിൽ പ്രിയമുള്ളോരാളാരോ അറിവാനുണ്ടെന്ന് പൂങ്കുയിലൊന്നു പാടി പറഞ്ഞു പൂങ്കുയിലൊന്നു പാടി പറഞ്ഞു നിനയാത്ത നേരത്തെ പടിവാതിലിൽ ഒരു പദവിന്യാസം കേട്ട പോലെ വരവായാലൊരു നാളും പിരിയാത്ത മധുമാസം ഒരു കൊണ്ടുവന്നല്ലോ. അവനാണെന്റെ ആയുധം, വജ്രായുധം. കൊതിയോടെ പോയി പടിവാതിലിൽ ചെന്ന് രണ്ടും നീട്ടുന്ന നിറയെ തളിക്കുന്നു പൂക്കുന്നു കായ്ക്കുന്നു കനവിന്റെ തേന്മാവിൻ കൊമ്പ് എന്റെ കരളിലെ തേന്മാവിൻ കൊമ്പ്. വാടിടും
എന്റെ മനക്കിലേക്ക് സ്വാഗതം. വളരെ കാര്യം എന്റെ മനക്കിലേക്ക് സ്വാഗതം. മലരണിയും വസന്തവും സുഗന്ധവും അകിലുതിരും പരാഗവും അവിടണയും പതംഗവും താളം തേടും പൂങ്കാറ്റും മതിനീളം മൂളും കൈത്തോടും കൈതോല കൈവിരൽ നീട്ടും ചെലവീണ പാട്ടും കാവൂട്ടും കല്ലെടുത്തുമ്പി ഇല്ലെങ്കിൽ ചൊല്ലെടുത്തുമ്പി മാനത്തെ പന്തിരുകാവിൽ നീരോട്ടം അക്കുത്തിക്കുത്താനക്കൊമ്പിൽ കൊത്തങ്കല്ലും നാടിപ്പാടും അണ്ണാൻ കുഞ്ഞി തന്നാലാവും ചിക് 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 തിത്താരപ്പൊയ്കയ്ക്കുള്ളിൽ മുത്തുച്ചിപ്പിക്കൂട്ടിനുള്ളിൽ തിത്തിക്കോലം നേരം നീയും വായോ വായോ
വരുവാനില്ലാരും ഈ വിജനമാമെൻ വഴിക്കറിയാം അതെന്നാലും ഇന്നും പടിവാതിലോളം ചെന്നകലത്താ വഴിയാകെ മിഴിപ്പാകി നിൽക്കാറുണ്ടല്ലോ മിഴിപ്പാകി നിൽക്കാറുണ്ടല്ലോ പ്രിയമുള്ളൊരാളാരോ വരുവാനോ എന്നു ഞാൻ വെറുതെ മോഹിക്കാറുണ്ടല്ലോ വരുമെന്നു ചൊല്ലിപ്പിരിഞ്ഞു പോയില്ലാരും അറിയാമതെന്നാലും പതിവായി ഞാനെന്റെ പടിവാതിലെന്തിനോ പകുതിയെ ചാരാറുള്ളല്ലോ പ്രിയമുള്ളൊരാളാരോ വരുമെന്നു ഞാനിന്ന് വെറുതെ മോഹിക്കുമല്ലോ നിനയാത്ത നേരത്തിൻ അടിവാതിലിൽ ഒരു പദവിന്യാസം കേട്ട പോലെ വരവായാൽ ഒരു നാളും പിരിയാത്തിൻ മധുമാസം ഒരു മാത്ര കൊണ്ടുവന്നിരുന്നു ഇന്നൊരു മാത്ര കൊണ്ടുവന്നിരുന്നു കൊതിയോടെ ഓടിച്ചെന്നകലത്താ വഴിയിലെ ഇരുകണ്ണും നീട്ടുന്ന നേരം വഴി തെറ്റി വന്നാരോ പകുതിക്കു വെച്ചെന്റെ വഴിയെ തിരിച്ചു പോകുന്നു എന്റെ വഴിയെ തിരിച്ചു പോകുന്നു എന്റെ വഴിയെ തിരിച്ചു പോകുന്നു പിന്നെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ വേണ്ട, മനസ്സിലായോ? ഉത്തുംഗ ശൈലങ്ങൾക്കും അപ്പുറത്തെങ്ങോ അസ്തമിക്കുന്നു ചായം മങ്ങിയ സായം സന്ധ്യ തിരിവെട്ടത്തിനായി ആറ്റുനോറ്റ ശാന്തയായി ഒറ്റയ്ക്കു വിതുമ്പുന്ന ഭൂമിയെ കാണാൻ ഇറ്റു കൈത്തിരി കത്തിച്ചുകൊണ്ട് എത്തി നോക്കുന്നു ചുറ്റും ചിത്തിരമട്ടുപ്പാവിൽ നക്ഷത്രക്കിടാങ്ങൾ ഈ മഹാലോകത്തെ കാക്കേണേ തമ്പായേ ആദിയും വ്യാധിയും മാറ്റേണേ തമ്പായേ
കുടിച്ചോളൂ. കോമ്പര നിറഞ്ഞു കിടക്കുക. എല്ലാം ഭഗവാന്റെ കൃപ. കിടക്കാൻ സ്ഥലവും കഴിക്കാൻ ഭക്ഷണം തന്ന ദൈവത്തിന് നന്ദി. അതൊക്കെ തന്നത് ഞാനല്ലേ? പിന്നെന്തിനാ ദൈവത്തിന് നന്ദി പറയണേ? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. പിന്നെ താൻ എന്താ ഉദ്ദേശിച്ചേ? പറയാ, കേൾക്കാലോ. ദൈവം എന്നോട് എത്തിച്ച്, അല്ലെങ്കിൽ ഞാൻ കാട്ടിക്കിടന്ന് വിധിയാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചേ, ദൈവമല്ല. ഞാൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം. മാണിക്യ ജലത്തിലൊരു പാട്ട് കൂടി